ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ആനകളുടെ ഒരു പ്രത്യേക സ്വഭാവവിശേഷത്തെ അറിയാത്തവർക്ക് അറിയുന്ന രീതിയിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഈ അടുത്ത് വൈക്കം ക്ഷേത്രത്തിൽ ആനയുടെ ആക്രമണത്തിൽ രണ്ടാം പാപ്പാൻ കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടാവുകയും അതിൽ ഒരുപാട് പേര് ഈ സംഭവത്തെപ്പറ്റി ചോദിക്കുകയും ഉണ്ടായി. എന്താണെന്നല്ലേ, ഇന്നത്തെ വിഷയമാണ് ആന വാടയെടുക്കുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കടുകിടു. ആനകൾക്ക് പൊതുവിൽ കാഴ്ചശക്തി തീരെ കുറവാണ്. പക്ഷേ ഒരു നായോളം പോന്ന കേൾവിശക്തിയും മണം പിടിക്കാനുള്ള കഴിവും പാദങ്ങൾ ഉപയോഗിച്ച് ഭൂമിയിൽ നിന്ന് പ്രകമ്പനങ്ങൾ പിടിച്ചെടുത്ത് അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവും അവരുടെ ഈ കാഴ്ചശക്തി കുറവ് എന്ന ഒരു പരിമിതിയെ മറികടക്കാനായിട്ട് അവരെ സഹായിക്കുന്നു. പൊതുവിൽ ആനകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അവരുടെ തുമ്പിക്കൈയെ തന്നെയാണ്. അവർ നടന്നു പോകുന്ന സ്ഥലങ്ങളിലെ ആഴവും വ്യത്യാസവും എല്ലാം മനസ്സിലാക്കാനും ശത്രുവിൻ്റെ സാമീപ്യവും ഭക്ഷണത്തിൻ്റെ സാമീപ്യവും വെള്ളത്തിൻ്റെ സാമീപ്യവും എല്ലാം മണത്തറിയുവാനും എല്ലാം തുമ്പിയാണ് ഉപയോഗിക്കുന്നത്. കാട്ടാനയായാലും നാട്ടാനയായാലും ചില സ്ഥലങ്ങളിലേക്ക് പ്രത്യേകം തുമ്പി തിരിച്ച് മണം പിടിക്കുന്നുണ്ട് എങ്കിൽ അതിനെയാണ് ഈ വാടയെടുക്കൽ എന്ന് നമ്മൾ പറയുന്നത്. ഇതുപോലെ തുമ്പി വെച്ച് ഒരു സൈഡിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യും. ആനയെപ്പറ്റി വലിയ ധാരണയില്ലാത്ത പലരും കുഞ്ഞുനാൾ മുതൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്: ആന തുമ്പി ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് സല്യൂട്ട് തരികയാണ്, ആന നമ്മളെ അടുത്തേക്ക് വിളിക്കുകയാണ് തുടങ്ങിയ ചില ആന മണ്ടത്തരങ്ങൾ. ആന നമ്മളെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തെയോ ശ്രദ്ധിക്കുകയാണ് എന്നതിൻ്റെ അർത്ഥമാണ് ഈ വാടയെടുക്കൽ അഥവാ മണം പിടിക്കൽ. ചില സമയങ്ങളിൽ ഇത് ആക്രമണത്തിനുള്ള മുന്നോടിയുമാവാം. ആന പലതവണ പാപ്പാനെ വാടയെടുക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒന്നാം പാപ്പാനോ രണ്ടാം പാപ്പാനോ ഏകാഗ്രത നഷ്ടപ്പെടാതെ ആ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നെങ്കിൽ വിലപ്പെട്ട ഒരു ജീവൻ അവിടെ പോകില്ലായിരുന്നു. ഇനി മുതൽ നിങ്ങളും പൂരപ്പറമ്പിലോ മറ്റോ ചെല്ലുമ്പോൾ അടുത്തു നിൽക്കുന്ന ഏതെങ്കിലും ആന നിങ്ങളതിനെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പാപ്പാൻ വിലക്കാൻ കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് സുരക്ഷിതം. നെല്ലിയാമ്പതിയിലെ ചില്ലിക്കൊമ്പനെ പോലെ ഒരു സെലിബ്രിറ്റിയെ വെച്ച് ഈ അറിവ് നിങ്ങളിലേക്ക് പകർന്നു തരാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.